ഹലോ ഫ്രണ്ട്സ്, ഫ്ലിപ്സും സഫാരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സഫാരി, നിങ്ങളെൻ്റെ സ്വന്തം സബ്സ്ക്രൈബേഴ്സ്. സഫാരിക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ കോഴിക്കുഞ്ഞുങ്ങളാണ് ഇത്. കോഴിക്കുഞ്ഞുങ്ങളുടെ തീറ്റ ചുരുക്കാനുള്ള ഏറ്റവും നല്ല ഒരു മാർഗ്ഗമാണ് കോഴിക്കുഞ്ഞുങ്ങൾക്ക് പപ്പായ ഇല, അതുപോലെ മുരിങ്ങ ഇല, അവയെല്ലാം കൊടുത്ത് പഠിപ്പിക്കുക എന്നുള്ളത്. അവകൾ കൊടുത്ത് ശീലിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവ ഭക്ഷിക്കുകയുള്ളൂ. ഭക്ഷിക്കുമ്പോൾ നല്ല വിധം ഭക്ഷിക്കും. പിന്നെ ദഹനക്കേട്, അസുഖങ്ങൾ എന്നിവക്കൊക്കെ നല്ലൊരു ഔഷധമാണ് പപ്പായ ഇലയും മുരിങ്ങ ഇലയും. അതുപോലെ തന്നെ കോഴിക്കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയാണെങ്കിൽ പലതും അവ തിന്ന് പഠിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ തെർമോകോള്, ഇത് തെർമോകോളാണ്. ആ തെർമോകോള് കണ്ടു കഴിഞ്ഞാൽ ചാടി വീഞ്ഞ് ഭക്ഷിക്കുന്നതാണ്. പക്ഷേ ഇത് പ്രോത്സാഹനീയമായ കാര്യമല്ല. പക്ഷേ ഞാനത് വെറുതെ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രം. അങ്ങനെയുള്ളതൊന്നും കോഴിക്കുഞ്ഞുങ്ങൾ കൊടുക്കാതിരിക്കുകയാണ് വേണ്ടത്. കാരണം ദഹിക്കാൻ ഉള്ള ബുദ്ധിമുട്ട് അവർക്കുണ്ടാവും. പക്ഷേ എന്നാലും ആ ദഹനശീലത്തിന് വേണ്ടി നല്ലൊരിതാണ് പപ്പായ ഇല. അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങളെ കൊടുത്ത് ശീലിക്കുന്നതിനനുസരിച്ച് എല്ലാം ഭക്ഷിക്കും എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് സഫാരി ഒരു വീഡിയോ കാണിക്കുന്നത്. അതുപോലെ വറ്റ് കൊടുത്തു കഴിഞ്ഞാലും അവരെ കുറേയൊക്കെ ഭക്ഷിക്കും. പക്ഷെ വറ്റ് നല്ല കൊടുക്കാൻ പറ്റില്ല, അവകൾക്ക് ദഹനക്കേടുണ്ടാവും. ഇത് കാണാം, ഈ കോഴികൾക്ക് തെർമോകോൾ കൊടുക്കുമ്പോൾ എത്രമാത്രം ആർത്തിയോടെയാണ് ഭക്ഷിക്കുന്നത് എന്ന് നിങ്ങൾക്ക് കാണാം. ഇതാണ് സഫാരി, നല്ല ഭക്ഷിക്കുന്നത്. അപ്പോൾ നമ്മൾ കോഴിത്തീറ്റ കൊടുക്കുന്നത് പോലെ ഭക്ഷിക്കുന്നു തെർമോകോള്. അങ്ങനെ പപ്പായ ഇല കൊടുത്ത് ശീലിക്കുക, അതാണ് അതിനുള്ള ഒരു മാർഗം. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ തെർമോകോൾ എവിടെ കണ്ടു കഴിഞ്ഞാലും അവകൾ ചാടി ഭക്ഷിക്കും. അപ്പോൾ അതേപോലെ തേങ്ങ, നമ്മൾ ചിറകേൻ്റെ ബാക്കി ഉണ്ടാകുന്ന ചിരട്ട ഉണ്ടാവുമല്ലോ, ആ ചിരട്ട വെച്ച് കൊടുത്താൽ മതി. അതിലുള്ള ചെറിയ ചെറിയ തേങ്ങകളെല്ലാം അവൾ കൊത്തി കൊത്തി തിന്ന് ആ ചിരട്ട കാലിയാക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്നതിനനുസരിച്ചിട്ടാണ് കോഴികൾ. അതുപോലെ പറ്റിയ പുല്ല്, സഫാരിയുടെ മുറ്റത്ത് കാണുന്ന ഈ പുല്ലെല്ലാം അവകൾ നന്നായി ഭക്ഷിക്കുന്നത് കാണാം. അതുപോലെ ഈ ചെണ്ടുമല്ലിയുടെ ഇല, വാഴയില, അവളൊക്കെ കൊടുത്ത് ശീലിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു തീറ്റ ചിലവ് നമുക്ക് ലാഭിക്കാൻ പറ്റും. ഓക്കെ.